അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് നമുക്കുള്ള അമിതമായ ടെൻഷനുകൾ, അമിതമായ ചിന്തകൾ, അതുപോലെ തന്നെ നമുക്ക് ഭയം, എന്തിനെങ്കിലും കാര്യങ്ങളിൽ കുറിച്ചുള്ള ഭയം, ആ ഭയം നീക്കുക, പേടി, അതുപോലെ തന്നെ ദുഃഖം, നമുക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ, അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവപ്പെടുക. ചില ആളുകൾക്ക് പേടിയോടുകൂടി ആ ഒരു ഭയം നിലനിൽക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോവുക. ഇപ്പോഴും ചില ആളുകൾക്ക് ഭയം എന്നുള്ളത് ഉള്ളിൽ എപ്പോഴും കാണുന്ന ഒരു അവസ്ഥയാണ്. എന്തിനെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം, അതുപോലെ തന്നെ ദുഃഖം, ടെൻഷൻ, ചുമ്മാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുക. കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമേ നടക്കുകയുള്ളൂ. അത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലുള്ള അവസ്ഥകളെയൊക്കെ മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ദുആയിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്. ഈ ഒരു ചെറിയ ഒരു ദുആ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക. ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അത് നോക്കി ഓതുക. ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും ഓതുക. ഇത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലേണ്ട വിധം എന്ന് പറയുന്നത്, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ വീതമാണ് ചൊല്ലേണ്ടത്. അതായത് നമുക്ക് ദിക്റുകളുടെയും ദുആകളുടെയൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 3 തവണ വീതം ചൊല്ലാം. അതുമല്ല 100 തവണ ചൊല്ലാം. എണ്ണം കണക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എത്ര ചൊല്ലുന്നുവോ അത്രയും നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ദുആയും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുമല്ലോ. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വളരെ ആവശ്യമായിട്ട് ചൊല്ലേണ്ട ദിക്റുകളും കാര്യങ്ങളുടെയും ദുആയാണ് അതിന്റെ തംബ്നെയിലാണ്. തീർച്ചയായിട്ടും ആരെങ്കിലും പുതിയ ഒരാളുണ്ടെങ്കിൽ കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. ആർക്കെങ്കിലും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ കാണുക. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീണ്ടും പുതിയ അറിവുമായിട്ട്